സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു പുതുവത്സരത്തിൻ്റെ സന്തോഷപ്രദമായ പ്രഭാതത്തിൽ പരിശുദ്ധമായ ബലിപീഠത്തിൻ്റെ മുമ്പാകെ വിശുദ്ധ ബലിയോട് ചേർന്ന് ആയിരിക്കാൻ തക്കവണ്ണം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതികളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെയും സമർപ്പിക്കാം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായി മാനവ കുലം അഭിമുഖീകരിച്ച സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലൂടെ 2020 വേർപിരിയുമ്പോൾ പ്രതീക്ഷയുടെ ഏതെങ്കിലും അനുഭവങ്ങൾ പ്രാപിപ്പാൻ ദൈവസൃഷ്ടിയായ മനുഷ്യന് സാധിക്കുമോ എന്നുള്ള വലിയ ചോദ്യത്തോടുകൂടി 2021 പ്രഭാതത്തിൽ നാം ആയിരിക്കുകയാണ്. മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം സന്തോഷിക്കുവാനോ സമാധാനത്തോടെ കർത്താവ് ഈ ഭൂമിയിൽ ഫലമേൽപ്പിച്ചിട്ടുള്ള തൻ്റെ താലന്തുകളെ വ്യാപരിപ്പാനോ വിശ്വസ്തയോടെ ജീവിതത്തിലും ജീവിത മേഖലകളിലും വ്യാപരിപ്പാനോ കഴിയാതെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ കരയുവാനും സങ്കടപ്പെടുവാനും മാത്രം വിധിക്കപ്പെട്ട കഴിഞ്ഞൊരു വർഷം. വലിയ പ്രതീക്ഷയോടെയാണ് പുതുവത്സരത്തിലേക്ക് ഈ പ്രഭാതത്തിന്റെ വാതുക്കൽ ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. പുതുവത്സരത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസവും ജീവിത ലക്ഷ്യവും വിശ്വാസത്തിന്റെ അവബോധവും തിരികെ പ്രാപിച്ച് വിശ്വസ്തയോടെ 2021 സ്വീകരിപ്പാൻ നമുക്ക് സാധിക്കണം. മുൻപ് ഓർമ്മപ്പെടുത്തി, മനുഷ്യന് തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമെല്ലാം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. കോവിഡ് എന്ന് പറയുന്ന മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ചെറുതായ ഒരു വൈറസ് ലോകത്തിന്റെ ക്രമം മുഴുവൻ കീഴ്മേൽ മറിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഈ സമയത്ത് വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഈ പുതുവത്സരത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ സർവ്വതും നഷ്ടപ്പെട്ട പ്രതീക്ഷയും പ്രത്യാശയും കൈമോശം വന്നുപോയ ഒരു ജനതയെ അവിടെ കാണുവാൻ സാധിക്കും. പഴയ നിയമം പരിശോധിക്കുമ്പോഴെല്ലാം ദൈവജനം അടിമത്വത്തിന്റെ നാളുകളിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ നിലവിളിയും അവരുടെ ജീവിത സാഹചര്യങ്ങളും പരിമിതികളും 2020 ഞാനും നിങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത പ്രതിസന്ധികളുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളവയെന്ന് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന് മുമ്പ് 597 ബാബിലോണ്യ ചക്രവർത്തിയാൽ പിടിക്കപ്പെട്ട ദൈവജനം യെരൂശലേം ദൈവാലയവും ആധ്യാത്മികമായ സംവിധാനങ്ങളും സാമൂഹിക മതവ്യവസ്ഥിതികളും കീഴ്മേൽ മറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കാതെ ഖേബാർ നദിയുടെ തീരത്ത് ഒറ്റപ്പെടലിന്റെയും തടവറയുടെയും അനുഭവത്തിൽ കഴിയുന്ന ദൈവജനം, മറുഭാഗത്ത് യെരൂശലേം ദൈവാലയവും പരിസരങ്ങളും
മരണത്തിന്റെ വിലാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് പ്രതീക്ഷ അറ്റുപോയ, പ്രത്യാശ വേരോടെ പിഴുതെറിയപ്പെട്ട ഈ നാളുകളിൽ പ്രവാചകനായിരിക്കുന്ന എസെക്കിയേലിനെ അന്ന് ദൈവജനം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ച് ഒരു വലിയ ദൃഷ്ടാന്തം, വലിയ വിഷൻ എസെക്കിയേലിനെ കാണിക്കുകയാണ്. 37-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: അസ്ഥികൾ മാത്രം നിറഞ്ഞിരിക്കുന്ന വലിയൊരു താഴ്വര. ആ താഴ്വരയിൽ മറ്റൊന്നും കാണുവാൻ എസെക്കിയേലിന് കഴിയുന്നില്ല. ശരീരം വേർപെട്ടുപോയ, ജീവനില്ലാത്ത, ചലനമില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത, അസ്ഥിക്കൂമ്പാരങ്ങൾ കൊണ്ട് മാത്രം നിറയപ്പെട്ട താഴ്വരയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രവാചകനായിരിക്കുന്ന എസെക്കിയേലിനോട് യഹോവയാം ദൈവം ചോദിക്കുന്നു: സൺ ഓഫ് മാൻ, മനുഷ്യപുത്ര, ക്യാൻ ദീസ് ബോൺസ് ലീവ്? ഈ അസ്ഥികൾ ജീവിക്കുമോ? നിനക്ക് ചുറ്റും നിൽക്കുന്ന ഈ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ മനുഷ്യപുത്ര? ഈ ചോദ്യമാണ് എസെക്കിയേലിനോട് ചോദിക്കുന്നത്. എസെക്കിയേൽ അതിന് ഉത്തരം പറയുന്നു: ഓ ലോർഡ്, thou knowest, നീ സർവ്വതിനെയും അറിയുന്നു. യഹോവയാം ദൈവം പ്രവാചകനായിരിക്കുന്ന എസെക്കിയേലിനെ പ്രതീക്ഷ അറ്റുപോയ, ജീവനില്ലാത്ത താഴ്വരയുടെ നടുവിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്: ക്യാൻ ദീസ് ബോൺസ് ലീവ്? ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ? അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, 2020 വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളും പ്രത്യാശകളും മറ്റുപോയ ഒരു വർഷമായിരുന്നു. ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും നിസാരമെന്ന് ലോകം കരുതിയ ഈ വൈറസ് കടന്നു ചെന്ന് 10,000-കണക്കിന് ആളുകളെ ഭൂമിയിൽ നിന്ന് മരണം വഴി വേർപെടുത്തിയ വർഷം. സർവ്വസ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയുടെ പരിമിതിയിൽ, ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരുന്ന ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് അവന്റെ സ്വാതന്ത്ര്യത്തിന്മേൽ പരിമിതികൾ നിർണയിക്കപ്പെട്ട വർഷം. സാമൂഹിക മത സംവിധാനങ്ങൾ മനുഷ്യന്റെ നന്മയേക്കാൾ ഉപരി സ്വാർത്ഥതയോട് ഉപയോഗിച്ച ഒരു വർഷം. പുതിയ നിയമത്തിൽ തമ്പുരാൻ പറയുന്നുണ്ട്: എതിർപ്പിന്റെ, വേർപെടുത്തലിന്റെ ചുമരുകളെ ഇടിച്ചു കളഞ്ഞ് അനുതാപത്തിന്റെയും ഐക്യത്തിന്റെയും പാതകളിലൂടെ സഞ്ചരിക്കുവീൻ എന്ന വചനം പോലും വിശ്വാസികൾ മറന്ന് വേർപാടിന്റെ ചുമരുകളെ ചുറ്റും നിർമ്മിച്ച ഒരു വർഷം. ബന്ധങ്ങളും കൂട്ടായ്മകളും വേരോടെ പ്രചരിയപ്പെട്ട് ഒരു ഭവനത്തിലോ മുറിക്കകത്തോ അടയ്ക്കപ്പെട്ട തടവറയിൽ എന്ന പോലെ ആക്കപ്പെട്ട ഒരു വർഷം 2020. ചലനമില്ലാത്ത, ജീവൻ അറ്റുപോയ, ഭവനങ്ങളിൽ നിന്ന് വിലാപങ്ങൾ ഉയരുന്ന, ബന്ധങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ട, സാമ്പത്തിക മണ്ഡലങ്ങൾ കീഴ്മേൽ മറിഞ്ഞ് കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായ 2020 നമുക്ക് ചുറ്റും അസ്ഥികളുടെ വലിയൊരു കൂമ്പാരം മാത്രമാണ് നമുക്ക് നൽകിയത്. 2020 പ്രതീക്ഷകളില്ലായിരുന്നു മനുഷ്യന്. എന്നാൽ 2020 ആദ്യം പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ആദ്യ നാളുകളിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ അവന്റെ പ്രതീക്ഷകളും പ്രത്യാശകളും വേരോടെ പിഴുതെറിയപ്പെട്ടു. ഇന്നവന് പ്രതീക്ഷയില്ല. അവൻ അസ്ഥികളുടെ ഒരു വലിയ താഴ്വരയിൽ, അസ്ഥിക്കൂമ്പാരത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ വചനം എന്നോടും നിന്നോടും ചോദിക്കുകയാണ്: ഹേ മനുഷ്യ, നീ വിശ്വസിക്കുന്നുവോ? ചലനമറ്റ,
പ്രത്യാശയില്ലാത്ത, ജീവൻ ചോർന്നുപോയ ഈ അസ്ഥിക്കൂമ്പാരങ്ങൾക്ക് ജീവൻ പ്രാപിപ്പാൻ സാധിക്കുമോ? 2021 പ്രഭാതത്തിൽ വലിയവനായ ദൈവം വിശ്വാസത്തിന്റെ മേലങ്കി ധരിച്ച ഭവനങ്ങളിലും ദേവാലയങ്ങളിലും ഈ ബലിപീഠത്തിന്റെ മുമ്പാകെ വിശുദ്ധ ബലിയോട് ചേർന്ന് കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എന്നെയും നിന്നെയും നോക്കി പറയുന്നു, നീ പ്രത്യാശയില്ലെന്ന് കരുതിയ, പ്രതീക്ഷയില്ലെന്ന് കരുതിയ, ഇനി മുന്നോട്ട് പോകുവാൻ സാധിക്കില്ലെന്ന് നനയ്ക്കുന്നിടത്ത് ജീവൻ നൽകുവാൻ, ജീവൻ പ്രാപിപ്പാൻ സാധിക്കുമോ? ദൈവമക്കളെ, അസ്ഥിക്കൂമ്പാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന എസെക്കിയേലിനോട് ഈ ചോദിച്ച ചോദ്യം, ബാബേൽ പ്രവാസത്തിന്റെ ഭാരങ്ങളും പ്രതിസന്ധികളും അവർ അഭിമുഖീകരിക്കുമ്പോൾ ഇതിന് വലിയ കരച്ചിലിന്റെയും വിലാപത്തിന്റെയും ഒരു സന്ദേശം അവിടെ കാണുവാൻ സാധിക്കും. 37-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നാടുകടത്തപ്പെട്ട ആളുകളുടെ വിലാപമായാണ് കാണുന്നത്. The words of lament of the deported people. അവർ പറയുകയാണ്, our bones are dried up. ഞങ്ങളുടെ അസ്ഥികളെല്ലാം ഉരുകിപ്പോയി. And our hope is lost. പ്രതീക്ഷകളെല്ലാം ഞങ്ങൾക്ക് കൈമോശം വന്നുപോയി. We are cut off completely. മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഛേദിക്കപ്പെട്ട്, ബന്ധങ്ങളില്ലാത്ത, പരിമിതികൾ മാത്രം ഉള്ള, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, ഭവനങ്ങളിലും മുറികളുമായി കിടക്കുന്ന, തടവറയ്ക്ക് സമീപമായി കിടക്കുന്ന, അടിമത്വത്തിന്റെ നുഖത്തിലകപ്പെട്ടതുപോലെ കിടക്കുന്ന ഒരു ജനതതി, അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. നാടുകടത്തപ്പെട്ട മക്കളുടെ വിലാപം. അവിടെ അസ്ഥികൾ മാത്രമാണ് ശേഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് സങ്കീർത്തനം 31-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, My strength fails because of my misery and my bonds waste away. ജീവിതത്തിൽ അനുദിനം കടന്നു വരുന്ന പരിമിതികളും കഷ്ടതകളും നിമിത്തം സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ അസ്ഥി ക്ഷയിച്ചു പോയി എന്ന്. ചലനമറ്റ ഒരനുഭവം, ജീവനില്ലാത്തൊരനുഭവം, അസ്ഥിക്കൂമ്പാരങ്ങൾ മാത്രം ചുറ്റുപാടും കാണുന്ന, ദർശിക്കുന്ന ഒരനുഭവം. ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ദൈവജനം നാടുകടത്തപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കരയുന്നതും വിലപിക്കുന്നതും. ദൈവമക്കൾ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഭയം കൊണ്ട് മൈ ബോൺസ് ആർ ഷേക്കിംഗ് വിത്ത് ഫിയർ. ഭയം കൊണ്ട് എൻ്റെ അസ്ഥികൾ ഏറെ ക്ഷയിക്കുകയും ഏറെ വേദനിക്കുകയും ചെയ്യുന്നു. താഴെ വീണ്ടും വായിക്കുന്നു, മൈ ബോൺസ് ബേൺ ലൈക്ക് എ ഫർണസ്. തീക്കുണ്ടം പോലെ അത് കത്തുകയാണ്. ചലനമറ്റ അസ്ഥിക്കൂമ്പാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ലോകം, ഇവിടെ പ്രതീക്ഷയുണ്ടോ എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവസൃഷ്ടിയായിരിക്കുന്ന ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചിട്ട് ആദ്യമായി ഹവ്വയെ ദർശിച്ച ആദം പറയുകയാണ്, This at last is born of my bones. എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാകുന്നു ഇത് എന്ന്. അപ്പോ ചലനത്തെയും ജീവന്റെയും ശക്തിയുടെയും അർത്ഥത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഉൽപ്പത്തി പുസ്തകം അസ്ഥിയെ കുറിച്ച് വിവക്ഷിക്കുമ്പോൾ, ഇവിടെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ജീവനറ്റുപോയ, ചലനമില്ലാത്ത അസ്ഥിക്കൂമ്പാരങ്ങളെ കുറിച്ച് വചനം പറയുമ്പോൾ അതിന്റെ ആഴവും അതിന്റെ വ്യാപ്തിയും ഇന്നിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അനുഭവിപ്പാനായി സാധിക്കും. ഇവിടെയാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തമ്പുരാൻ ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവമക്കളെ, പ്രതീക്ഷ അറ്റുപോയ കുടുംബജീവിതത്തിൽ ഇത്തരം ചോദ്യങ്ങൾ മറ്റൊരു പല വിധത്തിൽ വിവിധങ്ങളായ വിധത്തിലും രൂപത്തിലും ഭാവത്തിലും ഞാനും നിങ്ങളും ദർശിക്കുന്നുണ്ട്. 3 വർഷത്തെ കോഴ്സ് പഠിക്കുവാൻ വന്ന ധന്യ എന്ന് പറയുന്ന പെൺകുട്ടി
ബ്രാംപ്ടണിലെ കോളേജിൽ പഠിത്തം കഴിയുന്നതിനിടയ്ക്ക് പഠിത്തം തീരുന്നതിനോട് ചേർന്ന് പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി. ഹാർട്ട് സംബന്ധിച്ച് വളരെ മാരകമായ രോഗത്തിന്റെ നടുവിലായിരിക്കുന്ന കുഞ്ഞ് ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത പരിമിതികളുടെ നടുവിൽ കിടന്ന് ഏങ്ങലടിക്കുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരു ഫ്ലൈറ്റ് ജേർണി അവളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്, അവളുടെ രോഗം നിമിത്തം. അത്രമാത്രം കഷ്ടതകളിലൂടെ വേദനകളിലൂടെ ധന്യമോൾ കടന്നു പോകുമ്പോൾ അവളെ ഭവനത്തിൽ പോയി, അവൾ താമസിക്കുന്നിടത്ത് പോയി ശുശ്രൂഷിക്കുന്ന സഹോദരൻ പറഞ്ഞു, അച്ഛൻ, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, പ്രാർത്ഥനമാണ് മാത്രമാണ് നമുക്ക് പോംവഴിയായിട്ടുള്ളത്. ഈ അസ്ഥികൾ ജീവിക്കുമോ? 2020 സ്വപ്നങ്ങളുടെ ഒരു വർഷമായിരുന്നു. ബിസിനസ് മേഖലകളിൽ, കുടുംബജീവിതത്തിൽ, ജീവിത മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ അസ്ഥികൾ പൂക്കുമോ? ചലനമറ്റ, ജീവനറ്റുപോയ, ജീവനില്ലാത്ത അസ്ഥികൂമ്പാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവമക്കളെ ഇതേ ചോദ്യം തമ്പുരാൻ ചോദിക്കുകയാണ്. ഇവിടെയാണ് ഒരു പുനർവിചിന്തനം 2021 നമുക്ക് സാധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അസ്ഥികൾ ചലനമറ്റുപോയ കൂമ്പാരത്തിന്റെ നടുവിൽ കിടന്നുകൊണ്ട് കർത്താവ് ഇതേ ചോദ്യം എസെക്കിയേൽ വഴി ചോദിക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് ജീവൻ നഷ്ടപ്പെട്ടു പോകുവാൻ, പരിമിതികളിലേക്കും പരാധീനതകളിലേക്കും അവർ കടന്നു പോകുവാൻ ഒരു കാരണമുണ്ട്. അതിന്റെ കാരണം തിരയുമ്പോൾ 36-ാം അധ്യായത്തിൽ തമ്പുരാൻ എസെക്കിയേൽ വഴി പറയുന്നുണ്ട്, എസെക്കിയേലെ മനുഷ്യപുത്ര, ഞാൻ സ്നേഹിച്ച, ഞാൻ വളർത്തിയ, ഞാൻ നെഞ്ചോട് ചേർത്ത ഈ ജനതതി അസ്ഥികൂമ്പാരങ്ങളായി വേർപിരിയുവാൻ തക്കവണ്ണം തക്കതായ ഒരു കാരണമുണ്ട്. എന്താണെന്ന് നിനക്കറിയുമോ? അവർ ചെന്ന് ചേർന്ന് സമൂഹത്തിലെ ജനതതികളോട്, ജാതികളോട് ചേർന്ന്, അവരുടെ സംസ്കാരത്തോട് ചേർന്ന് എന്റെ നാമത്തെ അവർ അവിശുദ്ധമാക്കി എന്നുള്ളതാണ്. ദൈവത്തിന്റെ ജനം ചെന്ന് ചേർന്ന സമൂഹത്തിലെ സംസ്കാരത്തോടും ജാതികളോടും ഇടകലർന്ന് യഹോവയാം ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കി. ഇതുമാത്രമാണ് അതിന്റെ കാരണമായി പറയുന്നത്. ദൈവമക്കളെ, ഇന്നിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം ദേശവും ഭവനവും ഉപേക്ഷിച്ച് ഞാനും നിങ്ങളും ഈ ദേശത്തായിരിക്കുമ്പോൾ 2020 നമുക്ക് തരുന്ന വേദനയുടെ ഓർമ്മകളുടെ പിന്നാമ്പുറത്തിരുന്ന് ചിന്തിക്കുവാൻ കഴിയണം. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ദേശത്തും ഈ സംസ്കാരത്തിലും ഈ സൊസൈറ്റിയിലും ജാതികളോട് ഇടകലർന്ന് നാം ചേരുന്ന കൂട്ടായ്മകളിലും ചെന്നു ചേരുന്ന ബന്ധങ്ങളിലും യഹോവയാം ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വചനത്തിലൂടെ ശ്രവിക്കുകയാണ്. ഈ അസ്ഥികൾ ജീവിക്കുമോ? എസെക്കിയേൽ ഉത്തരം പറയുന്നു, കർത്താവേ, നീ അറിയുന്നു. യെസ്, കർത്താവ് എസെക്കിയേലിനോട് പറയുക, നീ ശൂന്യമാക്കപ്പെട്ട അസ്ഥികളോട് വചനം പ്രഘോഷിക്കുക. ഈ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ, ഈ അസ്ഥികൾ ശക്തി പ്രാപിക്കണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ചലനങ്ങളും ജീവനും തിരികെ പ്രാപിക്കണമെങ്കിൽ, പ്രതീക്ഷയും പ്രത്യാശയും തിരികെ ലഭിക്കണമെങ്കിൽ, ഛേദിക്കപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരണമെങ്കിൽ, നീ ശൂന്യമാക്കപ്പെട്ട, നീ ചലനമറ്റുപോയി എന്ന് പറയുന്ന അസ്ഥികളോട് ദൈവവചനം പ്രഘോഷിക്കുക. എങ്കിൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിലേക്ക് പകരും. എസെക്കിയേൽ പറയുന്നു, കർത്താവേ, ഞാനത് പ്രഘോഷിക്കും. എസെക്കിയേൽ അസ്ഥികൂമ്പാരത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് പറയുന്നു, കാറ്റേ, നീ ലോകത്തിന്റെ 4 ഭാഗത്ത് നിന്ന് ഊതി ഈ ചലനമറ്റുപോയ അസ്ഥികൂമ്പാരങ്ങളിലേക്ക് നിറയുക. കർത്താവ് തന്റെ ആത്മാവിനെ ശൂന്യമാക്കപ്പെട്ട, ചലനമില്ലാത്ത,
പ്രതീക്ഷകൾ അറ്റുപോയ, ഇനി ജീവനില്ല എന്ന് വിചാരിച്ചിരുന്ന അസ്ഥികളിലേക്ക് തന്റെ ആത്മാവിനെ പകർന്നപ്പോൾ ആയിരക്കണക്കിന് ബലമുള്ള സൈന്യനിരകളായി ശത്രുക്കളെ തകർക്കുവാൻ തക്കവണ്ണം ആ അസ്ഥികൾ ആർമികളായി, സേനകളായി മാറി രൂപാന്തരപ്പെട്ടു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ന്യൂ ഇയറിന്റെ പടിവാതിക്കൽ നിരാശയോടെ കരയുന്ന ദൈവമക്കളെ, നീ നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പുനഃപരിശോധിക്കുമ്പോൾ നീ ഇതേ ചോദ്യം നീ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകും. ഇനി എന്റെ അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? ഈ അസ്ഥികൾക്ക് ചലനമുണ്ടാകുമോ? തകർന്നുപോയ എന്റെ അനുഭവങ്ങളിൽ പുതിയൊരു അനുഭവവും പുതുക്കവും ലഭിക്കുമോ? പുതുശക്തി പ്രാപിപ്പാൻ എനിക്ക് കഴിയുമോ? തമ്പുരാൻ പറയുന്നു, ഞാൻ എന്റെ ആത്മാവിനെ നിന്നിലേക്ക് പകരും, നീ എനിക്കുള്ള സേനകളായി നീ മാറുമെന്ന്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അസ്ഥികൾ പൂക്കുന്ന, അസ്ഥികൾ ജീവൻ വെക്കുന്ന, അസ്ഥികൾ ചലനം ഏൽക്കുന്ന, ചലിക്കുന്ന അനുഭവത്തിലേക്ക് അനേക സംഭവങ്ങളെ കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, കർത്താവ് ഏറെ സ്നേഹിച്ച ഒരു വീടായിരുന്നു, ഭവനമായിരുന്നു ലാസറിന്റെ, മാർത്തയുടെ, മറിയയുടെ. ലാസർ മരിച്ചുപോയി. എവിടെയാണ് ഈ മരണം സംഭവിച്ചത്? കർത്താവ് ഏറെ സ്നേഹിച്ച ഭവനത്തിൽ, കർത്താവ് ഏറെ കരുതിയ ഭവനത്തിൽ, കർത്താവ് ഏറെ നെഞ്ചോട് ചേർത്ത് വെച്ച ഭവനത്തിൽ ഒരു മരണം, ഒരു വേർപാട് നടത്തുകയാണ്. ഞാനും നിങ്ങളും ചിന്തിക്കും, കർത്താവ് സ്നേഹിക്കുന്ന ഭവനത്തിൽ രോഗങ്ങളില്ലാത്ത, ഭാരങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, ഐശ്വര്യം മാത്രം, ദീർഘായുസ് മാത്രം നിലകൊള്ളുന്ന ഒരു അനുഭവമാണ് കർത്താവിനോട് കൂടിയുള്ള ജീവിതമെന്ന്. അല്ല പ്രിയരെ, വചനം പറയുകയാണ്, കർത്താവ് സ്നേഹിച്ച ഭവനത്തിൽ ഒരു വിയോഗം, ഒരു വിരഹം, ഒരു ദുഃഖം, ഒരു വേർപാട് നടക്കുകയാണ്. മാർത്തയും മറിയും അലമുറിയിട്ട് കരയും. 2-3 ദിവസം കഴിഞ്ഞ് കർത്താവ് അവിടെ വരുമ്പോൾ മാർത്തയും മറിയും ഓടി വന്ന് ഗേറ്റിങ്ങിൽ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഗുരോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ മക്കളുടെ കണ്ണുനീരിനെ ആശ്വസിപ്പിച്ച് കർത്താവ് മുന്നോട്ട് പോകുമ്പോ ചലനമറ്റ, ജീവനില്ലാത്ത, അസ്ഥി മാത്രമായ ലാസറിനെ ചൂണ്ടിക്കാട്ടിയിട്ട് മാർത്തയും മറിയും പറഞ്ഞു, ഗുരോ, 3-4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു, ഇനി പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല, എല്ലാം തീർന്നു, ഇവിടെ അവസാനിച്ചു, ഗുഹയ്ക്കുള്ളിലെല്ലാം അടയ്ക്കപ്പെട്ടു, കല്ലറയ്ക്കുള്ളിലെല്ലാം അവസാനിച്ചു എന്ന്. ഈ അസ്ഥികൾ ചലിക്കുമോ? ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുമോ? യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങൾക്കറിയണ്ട, വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും. ലാസറേ, നീ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ വിളിച്ച് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ തന്റെ സ്നേഹിതനിൽ പകർന്ന യേശു തമ്പുരാൻ 2021 പടിവാതിൽ നിൽക്കുന്ന എന്റെയും നിന്റെയും കൂടെയുള്ളപ്പോൾ ഇനിയൊരു ചോദ്യം നമ്മുടെ നാവിൽ നിന്ന് ഒരു നാളും വരരുത്, ഈ അസ്ഥികൾ ചലിക്കുമോ എന്നുള്ളത്. പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു നല്ല വർഷത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ, ആത്മവിശ്വാസത്തോടെ പോകുവാൻ നമുക്ക് സാധിക്കണം. ഒരു ഗുഡ് സ്റ്റാർട്ട്, ഒരു നല്ല ആരംഭം കുറിക്കുവാൻ നമുക്ക് സാധിക്കും. മുൻപ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാ, സ്റ്റാർട്ട് എന്ന വാക്കിന്റെ ഓരോ അക്ഷരങ്ങളും പിതാക്കന്മാർ ധ്യാനത്തിനായി നമുക്ക് തന്നിരിക്കുന്നത്. ആരംഭം എന്ന് പറയുന്ന വാക്ക് ഒരു പുതുക്കത്തിന്റെ, തുടക്കത്തിന്റെ അനുഭവം. 2021 ഭവനങ്ങളിരുന്ന് ഈ ശുശ്രൂഷ കാണുന്ന ദൈവമക്കളെ, 2020 തിരിഞ്ഞ് പിന്നിട്ട വഴികളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഈ സമയം, ഒരു ന്യൂ സ്റ്റാർട്ട്. S stands for stop making excuse. തെറ്റുകളിൽ നിന്ന് വേർപിരിയുവാൻ നമുക്ക് സാധിക്കണം. ചെയ്തുപോയ തെറ്റുകളെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഒരു പുതുക്കത്തിന്റെ, ഒരു സമർപ്പണത്തിന്റെ, അനുതാപത്തിന്റെ, അനുരഞ്ജനത്തിന്റെ നല്ല അനുഭവങ്ങളിലേക്ക് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, Who covers his sins will not prosper, but whoever confesses
and forsakes them will have mercy. ആര് തന്റെ അനീതി മറയ്ക്കുന്നുവോ അവന് ശുഭം വരികയില്ല. ആര് അവന്റെ പാപത്തെ മറയ്ക്കുന്നുവോ അവൻ ഒരു നാളും ശുഭം വരികയില്ല. എന്നാൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കുന്ന മക്കൾക്കോ കരുണ ലഭിക്കുമെന്നാണ് വചനം പറയുന്നത്. Stop making excuse. Then the second alphabet stands for T. Take an inventory of life. ഒരു കണക്കെടുപ്പിന്റെ നാളുകളായിരിക്കണം, ദിവസങ്ങളായിരിക്കണം, സമയമായിരിക്കണം ഈ നാളുകൾ. ആണ്ടുതോറും നാം കൃത്യമായി കണക്ക് കാര്യങ്ങൾ സാമ്പത്തികമായ മണ്ഡലങ്ങൾ നോക്കുന്നത് പോലെ വിശ്വാസ മണ്ഡലത്തിൽ ഒരു കണക്കെടുപ്പിന്റെ ദിവസമായി ഇന്ന് മാറണം. എവിടെയാണ് കുറവ് വന്നിട്ടുള്ളത്? എവിടെയാണ് അധികമായി നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ആധ്യാത്മികമായ കാര്യങ്ങൾക്കാണോ ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ്? വീണ്ടും മൂന്നാമത്തെ ആൽഫബറ്റ് A stands for act in faith. 2021 പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൽ നടക്കുവാൻ, വിശ്വാസത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. R stands for refocus. നമ്മുടെ ശ്രദ്ധയെ വീണ്ടും കൊണ്ടുവന്ന് എവിടെയാണോ അശ്രദ്ധമായത് നാം ശ്രദ്ധിച്ചത് അതിനെല്ലാം മാറ്റി, പ്രാധാന്യമില്ലാത്തതിന് നാം വില കൊടുത്തതിനെല്ലാം മാറ്റി റീഫോക്കസ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ. അവിടെയാണ് പറയുന്നത്, സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഗാർഡ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കുക, കരുതുക. ഹൃദയം ഉള്ളിടത്ത്, ഹൃദയം പോകുന്നിടത്തേക്ക് നീ പോകും എന്നാണ് പറയുന്നത്. ഇവിടെ സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് തമ്പുരാൻ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ നീ കരുതിക്കൊള്ളുക എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ജീവന്റെ സർവവും ഹൃദയത്തിൽ നിന്നല്ലോ. അതുകൊണ്ട് കരുതലോടെ നിന്റെ ഹൃദയം നീ കാത്തുകൊള്ളണം. വക്രതയുള്ള സംസാരത്തിൽ നിന്ന് നീ മാറണം. അധരങ്ങളുടെ വക്രത നിങ്ങൾ നിന്ന് നീ ദൂരത്താക്കണം. നിന്റെ കണ്ണുകൾ നേരെ നോക്കണം. നിന്റെ കൺപോളകൾ നേരെ മുമ്പോട്ട് വീക്ഷിക്കണം. നിന്റെ കാലുകൾ ദുഷിച്ച പാതയിൽ നിന്ന് നേരായ വഴിയിലൂടെ സഞ്ചരിക്കണം. നിന്റെ വഴികൾ സുസ്ഥിരമാകണം. ഇടത്തോട്ടോ വലത്തോട്ടോ നീ തിരിയരുത്. തിന്മയിൽ നിന്നും കാല് മാറിപ്പോകണം. ദൈവമക്കളെ, ഹൃദയത്തെ കരുതുക. ഗാർഡ് യുവർ ഹാർട്ട്, റീഫോക്കസ്. The final one, T stands for trust in God. ദൈവത്തിൽ ആശ്രയിക്കുക. 2021 അസ്ഥികൂമ്പാരത്തിൽ നിന്നുകൊണ്ട് പ്രതീക്ഷയില്ലാത്ത, പ്രത്യാശയില്ലാത്ത ജീവിതത്തിന്റെ സമസ്ത മേഖലകളും ഛേദിക്കപ്പെട്ട അനുഭവത്തിൽ മനുഷ്യൻ നിന്ന് ഏങ്ങലടിച്ചു കരയുമ്പോൾ കർത്താവ് പറയുന്നു, നീ വിശ്വസിക്കുക, നിന്റെ മുന്നിൽ അസ്ഥികൾ എന്ന് പറയുന്നിടത്ത് ചലനവും ജീവനും പ്രാപിപ്പാൻ സാധിക്കും. ലാസറേ, നീ പുറത്തു വരിക. Let us start a new year with hope, faith and trust. പ്രതീക്ഷയോടെ, ആശ്രയത്വബോധത്തോടെ, വിശ്വാസത്തോടെ 2021 നമുക്ക് കടക്കാം. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം ഇങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരു വലിയ പ്രതീക്ഷയുടെ അനുഭവത്തിലാണ് 2020 ആരംഭിച്ചത്. 2020 എന്തെല്ലാം തീരുമാനങ്ങളുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ജീവിത മേഖലയെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, നാട്ടിലുള്ള മാതാപിതാക്കന്മാരെ കുറിച്ച് ഒരു വലിയ സ്വപ്നത്തിന്റെ ഭാണ്ഡങ്ങളുമായി ആരംഭിച്ചത് വഴിനീളെ, വഴിമധ്യേ തകർന്നുപോയി, കൈവിട്ടുപോയി. ബന്ധങ്ങൾ അറ്റുപോയി. പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ എല്ലാ ബന്ധങ്ങളും ഛേദിക്കപ്പെട്ട അനുഭവത്തിൽ നിൽക്കുമ്പോൾ ജീവൻ ഈ ലോകത്ത് നിന്ന് അറ്റുപോയോ?
അസ്ഥികളുടെ മാത്രം ഒരു കൂമ്പാരമായി ലോകം മാറിയോ? കർത്താവെ, നീ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? കർത്താവെ, ജീവനറ്റുപോയ ഈ താഴ്വരയിലേക്ക് ഇന്ന് ഇറങ്ങി വരാത്തത് എന്ത് എന്നുള്ള ചോദ്യവുമായി 2021 പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, സങ്കടപ്പെടേണ്ട, കരയണ്ട. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്നോട് കൂടെ ഞാനുണ്ട്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സീനിയേഴ്സ് ആയിട്ടുള്ള മാതാപിതാക്കന്മാരെ, മറ്റു മെമ്പേഴ്സിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരുടെ തലമുറയെ, ഇടവകയിലെ ഓരോ ഭവനത്തെയും നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഒരു വലിയ തീരുമാനമെടുക്കാം. 2020 ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ ജീവിച്ചു പോകാം, സാമ്പത്തിക ഭദ്രതയില്ലായ്മയുടെ നടുവിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം, പരിമിതമായ ജീവിത സാഹചര്യത്തിൽ എങ്ങനെ കർത്താവിനെ ആരാധിക്കാൻ കഴിയും, എങ്ങനെ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ 2021 ഈ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങളെ തന്നെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഏൽപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ ഹൃദയത്തെ നീ കരുതണം, കാത്തുകൊള്ളണം. വക്രതയിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന്, ദുഷ്ടചിന്തകളിൽ നിന്ന്, ദുഷ്ടരായ മനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്ന്, അസൂയാലുക്കളും പ്രശംസ മാത്രം പറയുന്ന ആളുകളുടെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും ഇടവകയെ, ഭവനങ്ങളെ, കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുവാൻ 2021 പ്രതിസന്ധിയുടെയും ഭാരത്തിന്റെയും നടുവിലൂടെ കടന്നുപോയാലും നിന്റെ അദൃശ്യമായ നടത്തിപ്പ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവ്, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവ്, അവിടെ നിന്ന് കൃപയ്ക്കായി സ്തോത്രം. ആയിരക്കണക്കിന് ആളുകൾ, ബന്ധത്തിലും സ്വന്തത്തിലും അറിയുന്നതും കേട്ടതുമായ ആളുകൾ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ ഞങ്ങളെ, ഞങ്ങൾക്കുള്ളവയെ ഉൾക്കരത്തിൽ ജീവനോടെ അവിടുന്ന് കാത്തതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസ മണ്ഡലത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾ കാണും. സംശയത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ പലതിനെയും വീക്ഷിക്കുകയാണ്. ഈ അസ്ഥികൾ ചലിക്കുമോ, ജീവൻ പ്രാപിക്കുമോ എന്ന്. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഈ അസ്ഥികൾ ചലനം പ്രാപിക്കും. വിശ്വാസത്തിന്റെ ബലത്തിൽ നിന്നാൽ പ്രതിസന്ധിയുടെയും ഭാരത്തിന്റെയും നടുവിൽ ലാസറിനെ ഉയർപ്പിച്ചവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ട് എന്നുള്ള വിശ്വാസം കർത്താവെ, അത് പൂർണ്ണതയിൽ കാത്തു സൂക്ഷിക്കുവാൻ ആത്മാവിൽ ഞങ്ങൾ ബലപ്പെടുത്തണമേ. ഇടവകയിൽ ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിത മേഖലകളെ അഭിവൃദ്ധിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ തലമുറ അനുഗ്രഹത്തോടെ വളരുവാൻ തക്കവണ്ണം അവിടുന്ന് മാലാഖമാരുടെ കൂട്ടും കാവലും ദൈവഭയവും മാതാപിതാക്കന്മാരുടെ ബഹുമാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത മേഖലകളെ കാത്തു പരിപാലിക്കണമേ. വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.